നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൂട്ടക്കരച്ചിലിന് ശേഷം നെഞ്ചത്തടിച്ച് കരയുന്ന പത്മജയ്ക്ക് നേരെ അടുത്ത കൊടുവാളുമായി എത്തുന്നത് സ്വന്തം സഹോദരൻ തന്നെയാണ്. UDF-ൽ നിന്നും പുറപ്പെടുകയും ചെയ്തു, എന്നാൽ BJP-യിൽ എത്തിയതുമില്ല എന്ന മട്ടിൽ നിൽക്കുന്ന പത്മജയ്ക്ക് തിരിച്ചടിയായിട്ട് മാറിയത് മന്ത്രി കെ മുരളീധരന്റെ ആ ഒരൊറ്റ തീരുമാനമാണ്. മുൻ മുഖ്യമന്ത്രി മുരളീധരന്റെയും പത്മജയുടെയും അച്ഛനുമായ കെ കരുണാകരന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിന് മന്ത്രിയായ മകൻ തറക്കല്ലിടുമ്പോൾ അവിടെ തകർന്ന് തരിപ്പണമാകുന്നത് പത്മജ തന്നെയാണ്. തന്റെ അച്ഛനെയും ചേട്ടനെയും ഉപദ്രവിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നിരന്തരം പത്മജ പറയുന്നിടത്താണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജിന് ഈ UDF സർക്കാർ പച്ചക്കൊടി വീശിയത്. അത് പത്മജയ്ക്ക് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പതിവ് പോലെ ഞാൻ തോറ്റു എന്നും രാഷ്ട്രീയത്തിന്റെ പേരിൽ വെറുക്കരുത്, ചീത്ത പറയരുത് എന്ന് പറഞ്ഞു പോയ പത്മജയുടെ പൊടി പോലും ഇന്ന് വരെ കണ്ടിട്ടില്ല. BJP-യിലാണെങ്കിൽ അവസ്ഥ അതീവ ഗുരുതരം. ഫണ്ട് തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന BJP-ക്കാർക്കാണെങ്കിൽ പത്മജയെ വളർത്തുവാൻ നേരമില്ല. ഇനിയിപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച സീറ്റ് ഉറ്റുനോക്കിയിരിക്കുകയാണെങ്കിൽ BJP ആ മോഹത്തെ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചോളാനും പറഞ്ഞു. ഇതിപ്പോൾ പത്മജ ഇറങ്ങിയതോടെ കോൺഗ്രസ് രക്ഷപ്പെടുകയും ചെയ്തു, അവർ തോൽക്കുകയും ചെയ്തു എന്ന അവസ്ഥയായി. തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് തോൽപ്പിക്കുമെന്ന് വരെ പറഞ്ഞ ആളാണ് പത്മജ എന്നും മറന്നു പോകരുത്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നും ജയിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ രണ്ട് സുപ്രധാന മേഖലയായ ആരോഗ്യവും ദേവസ്വവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുക കൂടി ചെയ്തു ഈ കോൺഗ്രസ് പാർട്ടി. ആരോഗ്യരംഗത്തെ വളരെ മികച്ച രീതിയിൽ നോക്കുന്ന അദ്ദേഹം ഇതാ സ്വന്തം അച്ഛന്റെ പേരിൽ എന്നല്ലാതെ മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിടുന്നു. ജനറൽ ആശുപത്രി കേന്ദ്രമാക്കി തലസ്ഥാനത്ത് ആരംഭിക്കുന്ന രണ്ടാം മെഡിക്കൽ കോളേജിനാണ് കെ കരുണാകരന്റെ പേര് നൽകുന്നത്. കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബറോടെ ആശുപത്രിയുടെ ആദ്യഘട്ടം പ്രവർത്തന സജ്ജമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രണ്ടാം മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിന് എസൻഷ്യലിറ്റി സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് അണ്ടർടേക്കിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ സ്ഥാപനത്തിന് പേര് നൽകണം. അതിന്റെ ഭാഗമായിട്ടാണ് പേരിട്ടത്. ജനറൽ ആശുപത്രി, തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ യോജിപ്പിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് VS ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരിക്കവെയാണ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. രാജ്യം ഇന്ദിരാഗാന്ധിയെ ഓർക്കുന്നത് പോലെ, രാജീവ് ഗാന്ധിയെ ഓർക്കുന്നത് പോലെ കെ കരുണാകരന്റെ പേരിലും ഇവിടെ മെഡിക്കൽ കോളേജും ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം ഉണ്ടാകും എന്നതിന്റെ ആദ്യ സൂചനയാണ് മന്ത്രി കെ മുരളീധരൻ ഈ തുടക്കത്തിലൂടെ തന്നിരിക്കുന്നത്. കോൺഗ്രസിനെയും മുരളീധരനെയും തെറ്റിക്കാനുള്ള പല വഴി പത്മജ നോക്കിയെങ്കിലും അതെല്ലാം പാളിപ്പോയി. ഓരോ തവണ സഹോദരനോടുള്ള സഹതാപ നാടകം കാണിച്ച പത്മജ വരുമ്പോൾ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും നീ നിൽക്കേണ്ട, സ്വന്തം കാര്യം നോക്ക് എന്ന മട്ടായിരുന്നു മുരളീധരൻ മറുപടി നൽകിയത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷെ പത്മജയ്ക്ക് ഒരു കുറ്റബോധം തോന്നിയേക്കാം. പക്ഷെ സാരമില്ല, പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ.